തേടുന്ന ഭക്തന്റെ കാര്യമറിയുന്ന രൂപം സർവ കർമ്മ സാക്ഷിയാം ദർശനം തേടുന്ന ഭക്തന്റെ കാര്യമറിയുന്ന രൂപം സർവ കർമ്മ സാഗരം തൊഴുവാൻ കൊതിക്കുന്നു ഞാൻ. പള്ളികൾ കൊണ്ട് ഗണേശന്റെ പള്ളികൾ കൊണ്ട് ഗണേശന്റെ എടുത്ത് ഓ നമ്മളല്ല പാടുന്നത്, നമ്മളല്ല പാടുന്നേ. ചിത്തപഥങ്ങളിൽ കുടിയിരുത്തി സഹസ്രങ്ങൾ സങ്കടമോദിയ കാരുണ്യ. ഹായ് കൂട്ടുകാരെ, നമ്മളിതാ ഒന്നാമത്തെ അമ്പലത്തിൽ പോയി. മീൻസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്പലമാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദേവിയാണ്. എൻ്റെ നാളിലാണ് ഇവിടെ ഉത്സവം, എൻ്റെ ജന്മനാളിലൂടെ ഉത്സവം വരുന്നത്. സോറി, ദേവിയുടെ നാളിലാണ് ഇവിടെ ഉത്സവം വരുന്നത്. അന്നാണ് എൻ്റെ ജന്മനാളും. അപ്പം കൂട്ടുകാരെ, നമ്മൾ അടുത്ത അമ്പലത്തിലേക്ക് പോവുകയാണ്. തൊട്ടടുത്ത ഒരു ക്ഷേത്രമുണ്ട്, പാറയിൽ ക്ഷേത്രം അല്ലേ? അല്ലേ, അതാ പാറയിൽ കോവിലല്ലേ? പാറയിൽ കോവിൽ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. നമ്മൾ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കുറച്ച് കാണാം. ഓക്കെ.
അറ്റം വരെ പിന്നെ നനയില്ല അറ്റം വരെ അമ്പലത്തിൻ്റെ അകം വരെ നമ്മൾ വെയിലോ മഴയോ കൊണ്ടില്ല ഒറ്റയ്ക്ക് പോകുമ്പോൾ പിടിച്ച ഭാഗത്തൊക്കെ പൊട്ടുന്നു ഒന്നിച്ചൊക്കെ പോകുമ്പോൾ താഴെ ഹനുമാൻ ദർശനം ഹനുമാൻ അപ്പുറത്തെ വണ്ടിയിലിരിക്കുന്നു അത് 800 പടിയാണ് ഇത് 1000 അവിടെ പിന്നെ ഞാൻ പറഞ്ഞു ഇത് വരാൻ പറ്റുന്ന അവസരമാണ് പിന്നെ ഫാമിലീസ് കൊണ്ട് അല്ലാതെ ഇത് ഇങ്ങോട്ട് അതിന്റെ ഇടനെ കിഴപ്പാ അല്ല തുറ 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 തുറന്നു കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ രണ്ടാമത്തെ അമ്പലമായ പാറേക്കോവിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. മീൻസ് നമ്മൾ തൊഴുതിറങ്ങി. ഇനി ഒരു അമ്പലം കൂടെ പോകണം. തൊഴുവങ്കോട് അമ്പലം കൂടെ ഒന്ന് പോകണം. അത് ഫേമസ് അമ്പലമാണ്. നല്ല തിരക്കായിരിക്കും. ഇവിടെ നല്ല തിരക്കാണ്. ഇവിടുത്തെ അമ്പലം ഭയങ്കരപ്പെട്ട പാറയുടെ മുകളിലാണ് കൂട്ടുകാരെ ഇവിടുത്തെ ഈ അമ്പലം ഇരിക്കുന്നത്. ഭയങ്കര പ്രശസ്തിയാണ്. പക്ഷെ ഇപ്പം ഭഗവാൻ ബാലാലയത്തിലാണ്. കാരണം നമുക്ക് ഒരുപാട് അങ്ങ് തൊഴാൻ പറ്റത്തില്ല. അല്ല ഉണ്ണിക്കുട്ടാ, അച്ചു എന്ത് പറയുന്നു വിഷുവായിട്ട്? ഹാപ്പി വിഷു. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വക എന്താണ്? എല്ലാരും ഉറങ്ങിയ ഫോട്ടോ പിന്നെ എടുക്ക. ഇത് പറയണ കേള്. എല്ലാം ഒന്നിച്ച് പറ. ഹാപ്പി വിഷു, ഹാപ്പി വിഷു, ഹാപ്പി വിഷു എല്ലാവർക്കും. അങ്ങനെ കൂട്ടുകാരെ, നമ്മളൊരു കടയിൽ ഇറങ്ങി ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. 2 വട മേടിച്ചു, 2 ചായയും പറഞ്ഞു. എനിക്ക് ചായ വേണ്ടതുകൊണ്ട് ഞാൻ ചായ മേടിച്ചില്ല. മിസ്റ്റർ ഉണ്ണിക്കുട്ടൻ എന്ത് പറയുന്നു? നിനക്കെന്നത്തിന് എനിക്ക് വേണ്ട എന്ത് പറയുന്നു? കൊള്ളാന്നല്ല. ഇന്ന് വിഷുവായിട്ട് എന്തിനാണ് പരിപാടി? വിഷുവായിട്ട് സദ്യ കഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തു പോകാം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കൂട്ടുകാരെ. എന്തായാലും എൻ്റെ വൈഫും എൻ്റെ മോനും കൂടെ ഇരുന്ന് രാവിലെ നല്ല ഉഴുന്നുള്ള തട്ട് ഇവിടെ ഉണ്ട്.
ഇതെല്ലാം അവർ കഴിക്കട്ടെ, നമുക്ക് കഴിച്ച ശേഷം കാണാം. കൂട്ടുകാരെ, നമ്മളങ്ങനെ അമ്പലത്തിലൊക്കെ പോയിട്ട് ഇതാ വന്നു. ഇതിപ്പോൾ എത്തിയതേ ഉള്ളൂ. ഇനി അടുത്ത് നമുക്ക് സദ്യയുടെ ഇട്ടാവട്ടങ്ങളൊക്കെ നോക്കണം. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാ അമ്പലങ്ങളിലും പോയി ഭഗവാനെ കൃഷ്ണനെ കണ്ടു, ദേവിയെ കണ്ടു, എല്ലാവരെയും കണ്ടു കൂട്ടുകാരെ. ശരി, നമുക്കിനി അടുത്ത പാചകത്തിലേക്ക് പോവാം. നമുക്കൊന്ന് സദ്യ റെഡിയാക്കണം. ഇനി അടുത്ത് നമുക്ക് അതിലേക്ക് പോവാം. ഓക്കെ. എന്തൊക്കെയാണ് വെച്ചാലേ വിഷയമായിട്ട് പരിപാടി? സദ്യ ഉണ്ടാക്കാനുള്ള പരിപാടിയാണോ വെച്ചാലേ? പാട്ട് പാടാണ്. ആർക്ക് വേണ്ടി പാടാൻ? നമുക്ക് വേണ്ടിയാ? ശങ്കര ഞാൻ പാട് അതെന്തര് മര്യാദ? അപ്പൊ എന്റെ സൗണ്ട് ഭയങ്കര സൗണ്ടാണോ? എന്താ ശങ്കര നാദശരീര പരാ വേദവിഹാര ജീവേശ്വര ശങ്കര നാദശരീര പരാ വേദവിഹാര ജീവേശ്വര ശങ്കര. എങ്ങനെയുണ്ട്? രാവിലെ പുറത്തി ചക്കയുടെ തോരനൊക്കെ അരിയാനുണ്ട്. തോരൻ അരിയണം, അവിയലിനൊക്കെ അരിയണം, സാമ്പാറിന് അരിയണം. അപ്പൊ ശരി, പഴയ സാധനങ്ങൾ എടുത്താൽ എന്തൊക്കെ ഞാൻ ഇവിടെ സപ്പോർട്ട് ചെയ്യാം, സഹായിക്കാം. പ്രാണവും നീവനി ഗാനമേ നീവനി ഗാനമേ ഗാനമണി മൗന വിചക്ഷണ ഗാന വിലക്ഷണ രാഗമേ യോഗമണി നാദോപാസന చేసిన వాడను నీ వాడను నైదే നൈതേ നിർത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ സദ്യയിലേക്ക് പോകാം കൂട്ടുകാരെ. നമ്മളിങ്ങനെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളായിട്ടൊക്കെ പോകുന്ന ആൾക്കാരാണ്, സാധാരണക്കാരല്ലേ. അതിനോടൊപ്പം നിങ്ങളെ ക്ഷണിക്കുകയാണ്. രാവിലെ അടക്കള സ്ഥാപിക്കാതിരിക്കുകയാണ്. എന്തിനാണ് എനിക്കാണ് അറിഞ്ഞൂടാ. സാമ്പാറിന് അറിയണം, അവിയലിന് അറിയണം എന്നൊക്കെ പറയണം. എന്തിനാ കാര്യമെന്ന് പറഞ്ഞു തന്നാൽ അതുപോലെ അറിഞ്ഞു തരാം കേട്ടോ. ഓക്കെ. ഓ, ഞാൻ സാമ്പാർ അറിയണം. സാമ്പാർ അരിയാനല്ല ഞാൻ പറഞ്ഞത്, പിന്നെ അവിയലിന് അരിയാനാണ് പറഞ്ഞത്. നിങ്ങളെ സാമ്പാർ ഞാൻ ഓൾറെഡി അരിഞ്ഞു. അപ്പൊ അവിയലാണ് ഞാൻ ചെന്നി നീ പറയാത്തോ? ഞാൻ ചെന്നി അത് അവിയലിനാണ് നല്ല, അല്ല സോറി സാമ്പാർ എന്നല്ല എന്താ പറഞ്ഞത്? അത് ചെയ്യാൻ താമസിച്ചത് ഞാൻ പിന്നെ എഡിറ്റ് ചെയ്തു. ഈ വണ്ണം മതി. ഈ നേരത്തെ ഞാൻ അവിയലിന് അരിഞ്ഞു. കൈ ശരിയായ രക്തം നല്ലതാണ്. എന്നിട്ടെന്തേ അപ്പൊ കൂട്ടുകാരേതാ നമ്മള് സദ്യക്കുള്ള അവിയലാണ് ഞാൻ അറിയണത്. സാമ്പാറിനെ അരി അരിപ്പിച്ചത്, പക്ഷെ ഇത് അവിയലിലേക്ക് പോയി. എനിക്കിങ്ങനെ ഇരുന്നവേ ഇങ്ങനെ അതെന്താന്നറിയോ, വല്ലപ്പോഴും അടുക്കള കയറി എന്തെങ്കിലുമൊക്കെ സഹായിക്കണം, മനസ്സിലായില്ലേ? പാചകം അറിഞ്ഞൂടാന്ന് പറയാം. അറിയാം, അങ്ങനെ വല്ലപ്പോഴും ഭാര്യ ചെയ്യുമ്പോഴത്തേക്കും ഒരു സഹായത്തിന്, ഇപ്പൊ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്തായാലും ഒരു സഹായത്തിന് വന്നാൽ അത്രയും നല്ലത്. അതെല്ലാവരും പറയണം കേട്ടോ.
പക്ഷെ ഒരാണുങ്ങൾ ചെയ്യണമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. എൻ്റെ അച്ഛനൊക്കെ ചെയ്തത് അമ്മയ്ക്ക്. കാര്യമായിട്ട് ഞങ്ങൾ 3 പേരാണ്. അവർ സ്കൂളിൽ വിടണമെങ്കിൽ രാവിലെ അമ്മയ്ക്കൊപ്പം സഹായിക്കും. എന്തെങ്കിലും തേങ്ങ തിരി അങ്ങനെ എന്തെങ്കിലും. എനിക്ക് തറയെന്ന് അറിയാൻ ബാക്കിയില്ല കൂട്ടുകാരെ. എനിക്ക് എപ്പോഴും പൊക്കത്തിൽ നിന്ന് ഇതൊരു കട്ടിങ് ടേബിൾ വെച്ചിട്ടാണെങ്കിൽ എനിക്ക് അരിഞ്ഞ് എന്താ ചക്ക് ചക്ക് ചക്കണ്ട ചക്ക് ടക്ക് ടക്കന് ഞാൻ അരിയും. പക്ഷെ എനിക്ക് തറയെന്ന് അറിയാൻ ബാക്കിയില്ല. അത് നമ്മൾ ഒരുപാട് കട്ടിങ് വീഡിയോ എടുക്കുന്നില്ല കേട്ടോ. കാരണം നമ്മൾ ഈ അരിയുന്ന വീഡിയോ നമ്മൾ ഒരുപാട് എടുക്കുന്നില്ല. കാരണം അത് നിങ്ങൾക്ക് ഒരുപാട് ബോറടിക്കും. ചുമ്മാ ജസ്റ്റ് ഫോർ ഫണ്ണ്. അയ്യോ മച്ചമ്മേ, മച്ചൻ എവിടെ ഇരിക്കണ? മച്ചൻ എന്തിനാണ്? മച്ചൻ മൊബൈൽ കളിച്ചോണ്ടിരിക്കണ? എപ്പോഴും മൊബൈൽ കളിക്കലില്ല അമ്മണി. മച്ചാന്റെ കൈയല്ല പറഞ്ഞ മച്ചുനിച്ചിയുടെ കൈയാണ് പറഞ്ഞത്. മച്ചാന്റെ കൈ മുറിയില്ല. മച്ചാൻ ഭയങ്കര പ്രൊഫഷണൽ കട്ടിങ്ങുണ്ടോ. എന്നിട്ടാണ് സാമ്പാർ അരിയ പറഞ്ഞപ്പോൾ അവിയലുണ്ടായിരിക്കും. അത് വരഞ്ഞാൽ മാറിപ്പോയി. ഞാൻ സാമ്പാറിന് വെച്ചാണ് അരിഞ്ഞത്. സംഭവം അവിയലായിപ്പോയി. അല്ല അവിയലരിഞ്ഞ സാമ്പാർ അരിഞ്ഞാൽ അവിയലായിപ്പോയി. മച്ചാനെ പൈസ ഇല്ല മച്ചാനെ. ഇത് 2 കട്ട് കേട്ടോ. അത് ഇങ്ങനെ 2 കട്ട് കേട്ടോ. കട്ട് കേട്ടതില്ല. അപ്പൊ എന്തായാലും എന്റെ പൊന്ന കൂട്ടുകാരെ, ഇത് വല്ലാത്തൊരു ടാസ്കാണ് ചെയ്യേണ്ട കാലം. അപ്പൊ നമ്മളന്ന് കണ്ട ഇത്രേ ഉള്ളൂ. കണ്ട ചക്ക ചക്ക ചക്കയെ നമ്മൾ കാണിക്കുള്ളൂ. ഈ അവിയലിന്റെ അരിച്ചിലാണ് നിങ്ങൾ കാണുന്നത്. അവിയൽ അരിക്ക് തള്ളയാണ്. ഓക്കെ, അപ്പം കൂട്ടുകാരെ നമുക്ക് ഇതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി സെറ്റായിട്ട് നമുക്ക് ബാക്കി കാണാൻ അരിയുടെ വീഡിയോ എടുക്കുന്നില്ല. കാരണം ഓൾറെഡി ഇപ്പം തന്നെ നല്ല ലെങ്ത് ഒരു വീഡിയോ. അപ്പം വിഷയമായിട്ട് എല്ലാവരും അടിച്ച് പൊളിക്കുക, ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യുക, കൂട്ടുകാരായിട്ട് സല്ലപിക്കുക, നാട്ടുകാരായിട്ട് സംസാരിക്കുക, അടുത്തുള്ള വീട്ടുകാരായിട്ട് സന്തോഷം ഷെയർ ചെയ്യുക. ഇതുമായിട്ടൊക്കെ എല്ലാവരും ഹാപ്പി ആയിട്ട് അച്ഛനും അമ്മയും മക്കളുമായിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് പോവുക. ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒരു മച്ചൻ പൊളിക്കുകയാണ്, ഇവിടെ തകർക്കുകയാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ബാക്കി അരിഞ്ഞ് എല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ കാണിക്കാം കൂട്ടുകാരെ. കാരണം നമ്മൾ ഈ അരിയുടെ വീഡിയോ ഒരുപാട് എടുത്ത് എന്തായിപ്പോൾ നിങ്ങൾക്കും കാണും, നിങ്ങൾക്കും ബോറാവും. പക്ഷെ ഒരു രസം, ഒരു ഫണ്ണ് അല്ലേ? ഞങ്ങളുടെ സന്തോഷം നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇതൊക്കെ നമ്മുടെയൊക്കെ നേരത്തെ ഇങ്ങനെ തന്നെ കേട്ടാ. ഈ ഓണം, വിഷു മാത്രമല്ല പണ്ടും ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. തുടങ്ങിയത് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ കൂടെ ഷെയർ ചെയ്യും. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങളെ കാണിക്കുന്നേ ഉള്ളൂ. എല്ലാം സുഖമായിട്ടിരിക്കാനോ അല്ലേ? എന്നാൽ രണ്ടെണ്ണം അരിയരുത്. അപ്പം നമ്മളൊക്കെ ഒന്ന് അരിഞ്ഞ് ഒന്ന് സെറ്റ് എടുക്കട്ടെ കൂട്ടുകാരെ. നിങ്ങളും വിഷു അടിച്ചു പൊളിക്കുക അല്ലേ? നിങ്ങളും വിഷു അടിച്ചു പൊളിക്കുക. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. എൻ്റെ ഫാമിലിയുടെ പേരിലും എൻ്റെ മൈ ലൈഫ് ഈസ് മൈ ഫാമിലി എന്ന യൂട്യൂബ് ചാനലിൻ്റെ പേരിലും എല്ലാവർക്കും വിഷു ആശംസിക്കുന്നു. ന്യൂസ് 8 നിന്നുകൊണ്ട് ആദർശ് രാമേന്ദ്രൻ, ക്യാമറമാനോടൊപ്പം ബിന്ദു, സൈനിങ് ഓഫ് ഫ്രം. ബാക്കി നമുക്ക് അരിഞ്ഞതിന് ശേഷം കാണാം കൂട്ടുകാരെ. എല്ലാവർക്കും ഹാപ്പി വിഷു ആശംസകൾ. ഓക്കെ, എന്ത് കഴിഞ്ഞോ? ഇല്ല കുറച്ചൊക്കെ കഴിയണ്ട പോലെ. അത് ലാസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം. തോരനരിയണം. അത് ചേട്ടാ അടിപൊളി ഒരു പാട്ട് വേണം.
ഞാൻ പാട്ടാ ഒരു പാട്ട് പാട്. ഇതിന് പറ്റിയ ഒരു അന്തരീക്ഷത്തിൽ ഒരു പാട്ടുണ്ട്. നീ പാട്. സിനിമ ജയറാമിന്റെ സിനിമ ഉണ്ടല്ലോ, വേറെ പച്ചക്കറിക്കാരുണ്ട്. നിങ്ങൾ പറ്റിയ പാട്ടാണ്. ആണ്ടിലാവണിക്കല് പച്ചക്കറിക്കായത്തട്ട് ഒരു മുത്തശ്ശി പൊട്ടറ്റ ചൊല്ലേ കുഞ്ഞോളെ കുമ്പാളെ മാമുണ്ട് ചാഞ്ചാട്. പച്ചക്കറിക്കായത്തട്ട് ഒരു മുത്തശ്ശി പൊട്ടറ്റ ചൊല്ലേ കുഞ്ഞോളെ കുമ്പാളെ മാമുണ്ട് ചാഞ്ചാട്. ഈ കേബേജ് അരിഞ്ഞിട്ട് വേണം ഇന്ന് തോരൻ വയ്ക്കാനായി. അറിയാനായി സാധനങ്ങൾ എടുത്തു തരൂ ബിന്ദു, നമ്മളൊന്ന് അരിഞ്ഞു വയ്ക്കാലോ. കുഞ്ഞോളെ കുമ്പാളെ മാമുണ്ട ചാഞ്ചാട്. കുഞ്ഞോളെ കുമ്പാളെ മാമുണ്ട് ചാഞ്ചാട്. എത്ര തേങ്ങ തരുവാണോ? 3 തേങ്ങയാണോ 3 അരമുറിയാണോ? 3 തേങ്ങ. 3 തേങ്ങയാ. എന്താ കൂട്ടുകാരെ ഒരിട്ട് പെടാപാടം എടുത്തേണ്. ശരി, എന്തായാലും ഇതാ നമ്മളെ ഓരോ കാര്യങ്ങളായിട്ട് റെഡിയായിട്ട് വരെയാണ്. നമ്മളെ ഓരോ സെറ്റ് കറികൾ റെഡിയായിട്ട് വരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ തേങ്ങ തിരിയാണ്. ഒരു 3 തേങ്ങ തിരിയണം, അതാണ് ടാസ്ക്. അപ്പോൾ ഈ തേങ്ങ തിരിയുമ്പോൾ നമ്മൾ വെറുതെ തേങ്ങ തിരിയ സുഖം ഉണ്ടോ? ഇല്ല, നമ്മൾ മണിയുണ്ട ചേട്ടൻ പറയുമ്പോൾ അല്ലേ. അപ്പോൾ നമ്മൾ തേങ്ങ തിരിയുമ്പോൾ അതിനോട് 2 പാട്ടൊക്കെ വേണ്ടേ? അത് വേണോ? വേണോ എന്താ പാട്ട്? ഒരു പാട്ട് തക്കാലം പാടിക്കും. തേങ്ങ തിരിയുണ്ടെങ്കിൽ മാത്രം നടക്കുള്ളൂ. കസ്തൂരി മാൻമിഴി മലർശരമെയ്തു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. കസ്തൂരി മാൻമിഴി മലർശരമെയ്തു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. സ്വപ്നങ്ങൾ വിടരും ഉന്മാദലരി, സ്വപ്നങ്ങൾ വിടരും ഉന്മാദലരി. ഞാൻ സുരമാധുരി. കസ്തൂരി മാൻമിഴി മലർശരമെയ്തു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. അപ്പോഴേ ആ പാട്ട് സൂപ്പർ പാട്ടാണ്. അടുത്ത പാട്ടാണ് നമ്മൾ ജയന്റെ പാട്ട്. അതുപോലെ സൂപ്പർ പാട്ടാണ്. വെള്ളിച്ചില്ലം വിതറി തുള്ളി തുള്ളി ഒഴുകും ഒരു നുരച്ചിതറും കാട്ടരുവി പറയാമോ എങ്ങാണ് സംഗമം, എങ്ങാണ് സംഗമം. വെള്ളിച്ചില്ലം വിതറി തുള്ളി തുള്ളി കാട്ടരുവി പറയാമോ എങ്ങാണ് സംഗമം, എങ്ങാണ് സംഗമം. പക്ഷെ നമ്മൾ ഇത്ര പാടുമ്പോഴേ നമ്മളെ മറക്കാൻ പറ്റാത്തൊരു ഒരാളുണ്ട് കൂട്ടുകാരെ, നമ്മൾ മണിച്ചേട്ടൻ. എന്തൊക്കെ പറഞ്ഞാൽ അത് ഏത് വിശേഷ ദിവസം വന്നാലും എന്തൊരാഘോഷം വന്നാലും അതൊരു പ്രത്യേക ഒരു എനർജിയാണ് അല്ലേ ബിന്ദു? മണിച്ചേട്ടൻ പാട്ട് പാടിയില്ലെങ്കിൽ പിന്നെ അതൊരു ഇതാകൂല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പാടാം, ഞാൻ വല്ല ഗായകനൊന്നുമല്ല, ഞാൻ പറയാം ജസ്റ്റ് ഫോർ ഫൺ, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ ഒരു പാട്ട് മണിച്ചേട്ടൻ ഒരു പാട്ട് പാടാം. കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് ബിന്ദുവാണ് മാമ്പഴമാകട്ടേന്ന്. കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന്, എന്റെ പുന്നാരെ മാമ്പഴമാകട്ടേന്ന്.
വെള്ളേരപ്പുള്ള നിന്നുന്ന പവാട ആരുടെ കാശാണടി എന്റെ പുന്നാരേ ആരുടെ കാശാണടി കണ്ണിമാ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരേ മാമ്പഴമാകട്ടേന്ന് കണ്ണിമാ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പൊന്നാരേ ഇതാണ് മാമ്പഴമാകട്ടേന്ന്. എന്തായി സംഭവം എന്തായി? എന്തിനാണ് പരിപ്പാ? ഇതെന്താ കുക്കറിൽ സാമ്പാറാ? എന്തിനാണ്? ഉരുളക്കിഴങ്ങായി, സാമ്പാറായി, പിന്നെന്തിനായി? അവിയലായ? അവിയൽ പിന്നെ തോരന് വെച്ച്. ഇനി അടുത്തത് നമുക്ക് ആവാനുള്ള എന്തൊക്കെ ഉണ്ട്? പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ട്, പായസമുണ്ട്, കിച്ചടി ഉണ്ട് അല്ലേ? ബാക്കിയല്ലേ? പിന്നെ രസമുണ്ടല്ലേ? ഒരു സലാഡും ഉണ്ട്. ഓക്കെ കൂട്ടുകാർ, എന്തായാലും നമ്മുടെ കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ തോരന് താഴ്ത്തി വെച്ചിരിക്കുന്നത്. ഇതാ സാമ്പാർ ഓൾമോസ്റ്റ് സെറ്റാണ്. പരിപ്പ് ഇതാ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുക്കറിൽ ഉരുളക്കിഴങ്ങ് മീൻസ് നീ എന്തിട്ടാണ് പോയത്? ആരെ പട്ടിയെ ഇഞ്ചക്ഷൻ കൊണ്ടുപോയാ? കുളിച്ചാ എന്നിട്ട്? എന്തൊക്കെയാണ് അച്ഛൻ വിഷയമായിട്ട് വിശേഷം? പൊളി. അപ്പൊ എന്തായാലും കൂട്ടുകാരെ ഇത്രയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇതാ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനി ഇതെല്ലാം സെറ്റ്. നമ്മളാ പുതിയ അടുപ്പല്ലേ? ഇതാണ് കൂട്ടുകാർ നമ്മുടെ പുതിയ അടുപ്പ്. കുഴപ്പമില്ല കേട്ടോ, 4 ബർണറുണ്ട്. ആവേശോ? ആവേശം കാണാൻ പോ. ഇന്ന് ആവേശം. അപ്പൊ എന്തായാലും നമ്മളെ പുതിയ അടുപ്പ് നമ്മള് ഇവിടെ സെറ്റ് വെച്ചിട്ടുണ്ട്. എന്താ കൂട്ടുകാർ, ബാക്കി നമുക്ക് എല്ലാം ചെയ്തിട്ട് നമ്മളെ എല്ലാ കാര്യങ്ങളും സെറ്റ് ആയതിനു ശേഷം കാണാം. ഒരു സൈഡില് ഞാൻ തേങ്ങ തിരുവാൻ പോയപ്പോഴത്തേക്കും കേട്ടാ, അച്ഛൻ എന്റെ തേങ്ങ അച്ഛൻ തരുവാണ്. അപ്പൊ അച്ഛൻ തേങ്ങ തരുവന്നു. എൻ്റെ വൈഫ് ഇതാ കറി വെക്കുന്നു. ഞാനിവിടെ വന്ന് ലാത്തി അടിക്കുന്നു. ഓക്കെ, അപ്പൊ ഉണ്ണിക്കൊട്ട തേങ്ങ മൊഴി പാട്ടൊന്ന് പാടി നോക്കട്ടെ. അപ്പോൾ ശരി കൂട്ടുകാരെ, എന്തായാലും നമുക്കെല്ലാം ഒന്ന് സെറ്റായിട്ട് നമുക്ക് കാണാം. ഓക്കെ, സലാഡ് അറിയണമല്ലോ. ഇനി സലാഡിന് അറിയണം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ട് നമുക്കിനി കാണാം. ഓക്കെ, കാരണം ഒരുപാട് വീഡിയോ നമുക്ക് ഒരുപാട് വീട് ലെങ്തായി പോവും. അപ്പോൾ ബാക്കി ശേഷം കാഴ്ചയില്ല. ഓക്കെ, ഹായ് കൂട്ടുകാരെ, നമ്മള് വിഷു പ്രമാണിച്ചതാ നമ്മുടെ ഐറ്റങ്ങളെല്ലാം ഓൾമോസ്റ്റ് റെഡിയാണ്. ഇതാ സാമ്പാറ്, ഇതെന്താണ്? ഇത് സാമ്പാറ്. നമ്മുടെ ഇതെന്താണ് ബിന്ദു? ഉരുളക്കിഴങ്ങിട്ട സംഭവം എന്താണ്? കൂട്ടുകറി, അച്ചാറ്, മാങ്ങ അച്ചാറ്, രസം, മാങ്ങ അച്ചാറ്, കൂട്ടുകറി, സാമ്പാർ. ഓക്കെ, ഇത്ര ആയിട്ടുണ്ട്. ഇനി തൈര്, സലാഡ്, പിന്നെ തോരൻ, പിന്നെ അവിയല്, പരിപ്പ് കറി, നമ്മുടെ പുളിശ്ശേരി. ഓക്കെ, പിന്നെ നമ്മുടെ ബോളി. ഓക്കെ, ഇനി നമുക്ക് പായസം ആവണം. പായസം റെഡിയാക്കണം. ബിന്ദു, പിന്നെന്താണ് പായസം റെഡിയാക്കണം? വേറെന്തുണ്ട്? പായസം മൊത്തം ബാക്കിയല്ല. പപ്പടം അതാ കൂട്ടുകാരെ, ഇതാ നമ്മളെ പപ്പടം ഇതാ ഓൾമോസ്റ്റ് റെഡി. പപ്പടം മതി, അങ്ങോട്ട് വെക്കട്ടെ. പപ്പടം ഇതാ നമ്മുടെ പപ്പടം ഇതാ ഇവിടെ റെഡി. അപ്പോൾ ഇതാ ഇത്ര ഐറ്റം. 1 2 3 4 5 1 2 3 4 5 6 7 8 9 10 11 ഐറ്റം ഓൾമോസ്റ്റ് റെഡിയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ
ഇതാ ഉപ്പേരി, നമ്മുടെ നാരങ്ങ അച്ചാറ്, ഉപ്പേരി, നാരങ്ങ അച്ചാറ്. ഇനി നമ്മൾ ഒരു ഐറ്റം കൂടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാ നമ്മുടെ ചിപ്സ്. ഇപ്പം ചിപ്സ്, ഉപ്പേരി, ബോളി, നാരങ്ങ അച്ചാറ്, പുളിശ്ശേരി, പരിപ്പേരി, തോരൻ, അവിയൽ, സാമ്പാർ, രസം, സലാഡ്, കിച്ചടി. ഇനി കിച്ചടി റെഡിയാവാണ്ട് നമ്മുടെ പായസം റെഡിയാവാണ്ട് കൂട്ടുകാരൻ. ഇത്ര റെഡിയായി കഴിഞ്ഞാൽ ഇല്ലേ എല്ലാം സെറ്റാവൂലേ? ഓക്കെ, അപ്പോൾ ഒരു പാട്ട് പാടിയാലോ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ, ചെമ്പല്ലി കരിമീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. എല്ലാവർക്കും ഹാപ്പി അടിച്ചു പൊളിക്കുക, ഹാപ്പിയായിട്ട് അടിച്ചു പൊളിക്കുക. ഹാപ്പി വിഷു. വിഷു ആയിട്ട് എല്ലാവരും അർമാദിക്കുക, സന്തോഷിക്കുക, എൻജോയ് ചെയ്യുക. ഒരു ജീവിതമുള്ളൂ, ഒരു ലൈഫേ ഉള്ളൂ, അത് വെച്ച് അടിച്ചു പൊളിക്കുക. ഓക്കെ, നമുക്കിനി ശേഷം കാഴ്ചയെ കാണാം. എന്തോ എന്ത് പരിപാടി? എന്തരായി? പായസമാണോ? ബാക്കിയെല്ലാം സെറ്റായാ? പായസം കൂടെ ഉള്ളോ? ശേ, ഇവിടെ വാരിട്ട് അടിയാണ് കേട്ടാ. എൻ്റെ അമ്മച്ചി കിടന്ന് പാത്രം കഴുകി, അമ്മച്ചി പാത്രം കഴുകി കിടന്ന് ചാവണം. ഉണ്ടാ ഞാൻ ചോദിച്ച് കഴിയണണ്ട. റെഡി? പായസം റെഡി ആവാറായ? ഞാൻ പാല് ഇത് അടുപ്പത്ത് വച്ചിട്ടുണ്ട് ഓൾമോസ്റ്റ് ചൂടാക്കാൻ വേണ്ടി. അതിൻ്റെ കൂടെ നമ്മളിതാ ബർമസരി മീൻസ് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. പാല് ഓൾമോസ്റ്റ് സെറ്റായി, ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ബർമസരി ഇവിടെ ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെയ്യ് വീഴ്ത്തിയാണ് കൂട്ടുകാരെ. ഓ എന്തില്ല എന്തിനാണ് ഉണ്ണേ? എന്തായിരുന്നു? നമ്മളെ സേമിയ പായസം ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഇവിടെ സെറ്റാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരണം. അത് ഓൾമോസ്റ്റ് നമ്മൾ വരട്ടിയ സേമിയാണ് നമ്മൾ മേടിച്ചത്. ഇനി അതൊന്ന് ചെറുതായിട്ട് വെന്ത് വരണം. അതിന് കൂടെ തന്നെ നമ്മളെ പാല് ഇവിടെ തിളച്ച് റെഡിയായി ഇരിപ്പുണ്ട്. ഓക്കെ, നമ്മൾ സേമിയ ഇവിടെ ഓൾറെഡി ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഉടനെ തന്നെ നമ്മൾ സേമിയ പായസം റെഡിയായി കഴിഞ്ഞാൽ നമ്മുടെ സദ്യ സമ്പൂർണ്ണമായി, എല്ലാ കാര്യങ്ങളും റെഡിയായി. പിന്നെ നമ്മൾ കഴിച്ചാൽ മാത്രം മതി. ചമ്മന്തി ഇല്ല, അത് ഒരിക്കലും മാറ്റി വെച്ചായിരിക്കാം. അപ്പോൾ കൂട്ടുകാരെ ഇതാ എല്ലാം ഓൾമോസ്റ്റ് ഇവിടെ സെറ്റാണ്, റെഡിയാണ്. ഇനി നമുക്ക് ബാക്കി നമ്മുടെ എന്താ പറയുന്നത് സ്റ്റേഷനിലേക്ക് പോയാൽ മതി. ഇനി പായസം റെഡിയായി കഴിഞ്ഞാൽ നമ്മുടെ വിഷു സദ്യ ഓൾമോസ്റ്റ് ഇവിടെ സെറ്റാവും. ഓക്കെ, മച്ചാനെ പറ എവിടെ? ഓ പെട്ടെന്ന് വാ കൂട്ടുകാരെ. ഇതാ നമ്മൾ ഓൾമോസ്റ്റ് ഇതാ ഇവിടെ സേമിയ പായസമുള്ള പാല്, ഫസ്റ്റ് പാലല്ലേ? ഫസ്റ്റ് പാൽ ചെയ്ത് പശുപാലല്ലേ? ഫസ്റ്റും സെക്കൻഡൊന്നും ഇല്ല, എന്തായാലും ഫസ്റ്റ് ഒന്നും ഇല്ല. അപ്പോൾ അതിൻ്റെ പാല് നമ്മൾ എന്താ ഒന്നാം ഘട്ടം പാല് വീത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാരണം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് ഈ സേമിയ പായസം. എല്ലാവർക്കും അറിയാം, ഞാൻ പറയുന്നേ ഉള്ളൂ. അയ്യോ ശരി, ഓക്കെ, എന്താ നടക്കട്ടെ കൂട്ടുകാരിതാ നമ്മുടെ സേമിയ പായസം ഇതാ അവിടെ പാത്രം വാരിട്ട് അടിക്കും. എന്തൊരു പാടാണ്. സേമിയ പായസം ഓൾമോസ്റ്റ് ഇവിടെ സെറ്റാണ്. പിന്നെ ഇവിടെ നമുക്ക് പായസം വളരെ എന്താ പറയുക ലൂസായിട്ട്, മീൻസ്
വെള്ളം പോലെയാണ് നമുക്ക് പായസം ഇഷ്ടം. കാരണം കട്ടിക്ക് ഇവിടെ പായസം ആർക്കും ഇഷ്ടമല്ല. അത് നമ്മൾ ജ്യൂസർ ഉണ്ടാക്കി പിന്നെ അതിന് കുറച്ച് പാല് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഇത് എന്തായാലും കുറച്ച് ഡ്രൈ ആവും. അതിന് കുറുവില്ല നമ്മത് കുറി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ചേർത്ത് കുറച്ച് പാല് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനോട് ബോളി ഉള്ളതുകൊണ്ട് നമ്മൾ ജസ്റ്റ് കുറുക്കി എടുത്തേ ഉള്ളൂ. ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ലൂസാക്കും. അമ്മ എന്താണ് അമ്മ വിഷുവിനെ പറ്റിയ അഭിപ്രായം? ഹാപ്പിയാണോ? ഹാപ്പി അല്ല? എവിടെ ഹാപ്പി വിഷു എന്ന് ഇവിടെ നോക്കി പറയും. ഹാപ്പി വിഷു. ഹാപ്പി വിഷു എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ ഇതാ കൂട്ടുകാരെ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ സെറ്റായി. പായസം അടക്കം സെറ്റായിട്ടുണ്ട്. ഇനി ഇലയിൽ വിളമ്പുക, കുടുംബസമേതം ഇരുന്ന് സന്തോഷപൂർവ്വം കഴിക്കുക, ഉറങ്ങുക, അത്രേ ഉള്ളൂ. അപ്പം നേരെ നമുക്ക് നമ്മുടെ ടേസ്റ്റ് ടൈമിലേക്ക് പോവാം. ടേസ്റ്റ് ടൈമായിട്ടുണ്ട്. ഓക്കെ ശരി പോര്. കൂട്ടുകാരെ നമ്മളെ വിഷു സദ്യ ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാവരും കഴിച്ചാൽ മതി. നമ്മൾ ഇലയിട്ട് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സദ്യ കഴിക്കാം. അത് സദ്യ കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഓക്കെ, ഇനി അധികം നമ്മൾ നീട്ടുന്നില്ല. നേരെ സദ്യ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ ഞാൻ ചോറ് ചോറിട്ടാ ചോറ് കഴിക്കാനുണ്ട്. ചോറില്ലെങ്കിൽ ഉണ്ടല്ലോ കൂട്ടുകാരെ നമ്മള് സദ്യയൊക്കെ കഴിക്കുകയാണ്. ഇത്രയൊക്കെയുള്ള വീഡിയോ. അപ്പം എല്ലാവരും കഴിക്കുകയാണ്. അപ്പം എല്ലാവർക്കും ഹാപ്പി വിഷു. ഇതിലെല്ലാവരും കാണിക്കുന്നില്ല കൂട്ടുകാരെ. കാരണം വീഡിയോയിൽ വരാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. കാരണം അതാണെന്നല്ല, അത് എല്ലാവർക്കും ഓരോരുത്തർ ഇഷ്ടമാണ്. നമ്മൾ നിർബന്ധിക്കാൻ പാടില്ല. പക്ഷേ എന്തായാലും ഞാൻ സദ്യ മാത്രം കാണിക്കാം. ഇത് അമ്മ, അച്ഛൻ, എല്ലാവരും ഉണ്ട്, ഉണ്ണിക്കുട്ടാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നമ്മളെല്ലാം സദ്യ കഴിക്കട്ടെ. നിങ്ങളെല്ലാം സദ്യ കഴിച്ച് വിശ്വസിക്കുന്നു. സംഭവമില്ല, എല്ലാവരും അടിപൊളിയായിട്ട് പോകട്ടെ. അപ്പോൾ എല്ലാവർക്കും എന്താണ് ഉണ്ണിക്കുട്ടാ ഹാപ്പി വിഷു. അടുത്ത പുതിയ വീഡിയോയിൽ കാണുന്നവരെ